അവഗണിക്കപ്പെടുന്നുവെന്ന തോന്നൽ ജി സുധാകരനുണ്ടെന്നും അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കണമെന്നും മുതിർന്ന CPIM നേതാവ് AK ബാലൻ വിമർശനം ഉന്നയിക്കുമ്പോൾ ജി സുധാകരനും പാർട്ടി അച്ചടക്കം പാലിക്കണം. ഗുരുതുല്യനായി തന്നെയാണ് ഇപ്പോഴും പലരും സുധാകരനെ കാണുന്നതെന്നും AK ബാലൻ 24-നോട് പറഞ്ഞു. ഞാൻ ജി സുധാകരൻ്റെ എല്ലാ വെർച്യൂസിനെ സംബന്ധിച്ചും ഗുണങ്ങളെ സംബന്ധിച്ചും അതിൽ നല്ല ഭാഷയിലാണ് എഴുതിയത്. ഒന്ന്, SFIയിലുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ സംഘടനാപരമായിട്ടുള്ള കഴിവും ഭൗതിക തലത്തിലുള്ള കഴിവും തിരിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. ഇതിൽ ജി സുധാകരനെതിരെ യാതൊരു പരാമർശവും തെറ്റായിട്ടുള്ളൊരു പരാമർശവും ഇല്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളൊരു പ്രശ്നമുണ്ട്, അതെനിക്കറിയാവുന്നതാണ്. അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു ഭാഗം ഒന്ന്, അദ്ദേഹം അവഗണിക്കപ്പെടുന്നു എന്നൊരു ധാരണ അദ്ദേഹത്തിനുണ്ട്. അതിലെത്രത്തോളം വസ്തുതയുണ്ട് എന്നുള്ളത് ഉത്തരവാദപ്പെട്ടവർ പരിശോധിക്കണം. അങ്ങനെ അവഗണിക്കപ്പെടുന്നു എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ പാർട്ടിയുടേതായ അന്തസ്സിന് നിരക്കാത്ത, അച്ചടക്കത്തിന് നിരക്കാത്ത വരമ്പുകൾക്കപ്പുറം പോകാൻ പാടില്ല. എന്ത് പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മൾ അതിര് വിടാൻ പാടില്ല. അത് അദ്ദേഹത്തിൽ നിന്നാണ് പുതിയ തലമുറ പലതും പഠിച്ചത്. ആ അർത്ഥത്തിൽ അയാളൊരു അധ്യാപകനാണ്. അങ്ങനെ ഒരു പാഠമാകേണ്ട ഒരാളിൽ നിന്ന് വഴിവിട്ട് പോകുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കാനും പാടില്ല. രണ്ട് ഭാഗവും ശ്രദ്ധിക്കേണ്ടതാണ്. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, അദ്ദേഹം പറയുന്നത് ജി സുധാകരൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകുന്ന പിഴവുകളൊക്കെ മനസ്സിലാക്കണം, പക്ഷേ ഒപ്പം തന്നെ അവഗണിക്കപ്പെടുന്നുവെന്ന തോന്നൽ ജി സുധാകരനുണ്ട്, അത് പരിശോധിക്കണം ബന്ധപ്പെട്ടവർ എന്നുകൂടി പറയുകയാണ്. അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു പിന്തുണയുടെ സ്വരം അതും ഒരു മുതിർന്ന നേതാവിൽ നിന്ന് വന്നിരിക്കുകയാണ് ജി സുധാകരൻ. എന്നുവെച്ചാൽ അത് തന്നെയാണ് ഈ സൈബർ ആക്രമണങ്ങളിലടക്കം ആ പരാതിയിലടക്കം പാർട്ടി പിന്തുണയ്ക്കുന്നില്ല, പാർട്ടി അത് കാര്യമായി എടുക്കുന്നില്ല എന്നൊക്കെ വിമർശനങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ AK ബാലൻ തന്നെ നേരിട്ട് ജി സുധാകരന് പിന്തുണയുമായി എത്തുന്നത്. അതായത് ഈ അവഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ സുധാകരനുണ്ട്, അത് കാര്യമായി തന്നെ പരിഹരിക്കണം, അതിനെ കാര്യമായി എടുക്കണം, കേൾക്കേണ്ടവർ കേൾക്കണം എന്ന് തന്നെ AK ബാലൻ പറയുന്നു. ഒപ്പം തന്നെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടെങ്കിൽ ആ തോന്നലിന് പുറകെ ഇത്തരം പരാമർശങ്ങളല്ല നടത്തേണ്ടത് എന്നൊരു വിമർശനം കൂടി ഉന്നയിക്കുന്നുണ്ട്. അതായത് അതല്ല സംഘടനാ രീതി, അങ്ങനെയല്ല മറുപടി പറയേണ്ടിയിരുന്നത് എന്നൊരു വിമർശനം കൂടി ഉണ്ട്. പക്ഷെ അതേസമയം തന്നെ ജി സുധാകരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് AK ബാലൻ ഇപ്പോൾ പ്രതികരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു പഴയ SFI പഴയ കാലഘട്ടമൊക്കെ ഓർത്തെടുത്തുകൊണ്ട് ഈ FBയിൽ ഒരു പോസ്റ്റ് ഇടുന്നത് AK ബാലൻ. അതിലാണ് ഈ ജി സുധാകരൻ മാറിയിട്ടില്ല, താൻ കുറെ മാറി, പക്ഷേ സുധാകരൻ ഇപ്പോഴും പഴയതുപോലെ തന്നെ മാറിയിട്ടില്ല എന്നൊരു വിമർശനവുമായി ഈ FB പോസ്റ്റ് ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് 24-നോട് AK ബാലന്റെ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.